ജെയ് മെയിൻ സെഷൻ 2-ന്റെ രണ്ടാം ദിനത്തിലെ രണ്ടാം ഷിഫ്റ്റിലുള്ള എക്സാംസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എക്സാംസ് എഴുതിയ ഒരു പറ്റം സ്റ്റുഡൻസ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എക്സാംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. ഇന്നലത്തെ കൊണ്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചുകൂടെ മോഡറേറ്റ് ലെവൽ കൂടി ഇരിക്കുന്ന എക്സാം ആയിരുന്നു. ഇന്നലെ മാത്തമാറ്റിക്സിൽ ഓൾമോസ്റ്റ് 21 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുമെന്ന് ഇന്നലത്തെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് കുറച്ചുകൂടെ കുറഞ്ഞ് ഓൾമോസ്റ്റ് 16 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് എളുപ്പം. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി നോക്കുമ്പോൾ ഫിസിക്സ് വാസ് ഓക്കെ, ലൈക്ക് ചിലതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൽ നിന്ന് കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് ഓൾമോസ്റ്റ് തെർമോഡൈനാമിക്സ് തന്നെ 3 ക്വസ്റ്റ്യൻ വന്ന് കെമിസ്ട്രി തെർമോഡൈനാമിക്സ്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഇറ്റ് വാസ് ഓക്കെ മോഡറേറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇന്ന് മോഡറേറ്റ് ആയിരുന്നു പേപ്പർ. സോ നന്നായിട്ട് പഠിച്ച ആൾക്ക് ഇന്ന് മോഡറേറ്റ് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന പേപ്പറായിരുന്നു. സോ ഫിസിക്സ് നോക്കിയാൽ ഭയങ്കര എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ച് ആലോചിക്കാനുണ്ട്. മാത്സ് സാധാരണ ഇന്നലത്തെ പോലെ കുറച്ച്. എങ്ങനെയാണ് മാത്സിൽ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നോ അതോ? അധികം ലെങ്തി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇന്ന് ആക്ച്വലി ചെയ്യുമ്പോൾ 25 ജനുവരി വെച്ച് നോക്കുമ്പോൾ ചെയ്തു പോകുമ്പോൾ ആൻസർ ലാസ്റ്റിൽ കിട്ടൂലായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടുമായിരുന്നു. ഓക്കെ സെഷൻ 1 അറ്റൻഡ് ചെയ്ത ആളാണോ? ഓക്കെ, കമ്പാരിറ്റീവ്ലി ഏതായിരുന്നു? വിച്ച് വാസ് ടഫർ, വിച്ച് വാസ് ബെറ്റർ? വാസ് ഇറ്റ് സെഷൻ 1 or 2? കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഈ സെഷൻ കുറച്ചുകൂടെ ടഫായിരുന്നു. പക്ഷേ മാത്സ് കഴിഞ്ഞ സെഷൻ ജനറലി കുറച്ച് ടഫായിരുന്നു തോന്നുന്നു. എന്നാൽ ഈ സെഷൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു മാത്സ്. ഫിസിക്സ് സാധാരണ പോലെ വലിയ വ്യത്യാസമൊന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി ഒക്കെ? കൂടുതൽ എങ്ങനെയാണ് ലൈക്ക് ചെയ്യാൻ പറ്റുന്നത്? ഓർഗാനിക് ആയിരുന്നോ അതോ ഇൻഓർഗാനിക് ആയിരുന്നോ? വാട്ട് യു തിങ്ക് ഓഫ് ഇറ്റ്? കെമിസ്ട്രി ഓർഗാനിക് എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ തെർമോഡൈനാമിക്സിൽ നിന്ന് അത് പറഞ്ഞ പോലെ 3 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, നല്ല ക്വസ്റ്റ്യനായിരുന്നു. പിന്നെ ഇൻഓർഗാനിക് അത്യാവശ്യം കറക്റ്റ് ലെവലായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് നമ്മുടെ ബ്രില്ലിൻ്റെ തന്നെ സ്റ്റഡി സെൻ്റർ തന്നെ ഒരുപാട് മോഡൽ എക്സാംസും ഒക്കെ യൂണിറ്റ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വരുന്നത്. അപ്പോൾ അത്രയും എക്സാംസ് എഴുതിയ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു എക്സാമിലേക്ക് മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ നമ്മളെ ഗുണം ചെയ്തില്ലേ? എക്സാം മൊത്തത്തിൽ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ അത് എന്തായാലും ഹെൽപ്പ് ചെയ്തേക്കണം. കുഴപ്പമില്ല. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? താങ്കൾക്ക് എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു മോഡറേറ്റ് എക്സാം ആയിട്ടാണ് ഫീൽ ചെയ്തത്. കെമിസ്ട്രി കുറച്ചും കൂടിയും ഒരു ടഫർ സൈഡായിരുന്നു തോന്നി. ഫിസിക്സ് എളുപ്പമായിരുന്നു. മാത്സ് ഒരു എക്സ്പെക്റ്റഡ് പേപ്പർ തന്നെയായിരുന്നു. ഓക്കെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എക്സാം ഫിസിക്സ് 25 ക്വസ്റ്റിനും ഫോർമുല ബേസ്ഡ് ആയിരുന്നു. കെമിസ്ട്രിയും മാത്സ് ഇത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, മാത്സ് എങ്ങനെയാണ്? ലൈക്ക് ലെങ്തി ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു തോന്നിയോ? സെഷൻ 1 പോലത്തെ ഇത്തിരി ലെങ്തി അങ്ങനത്തെ കാര്യങ്ങൾ കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഫിസിക്സ് നല്ല എളുപ്പമായിരുന്നു. 25 ക്വസ്റ്റിനും ഫോർമുല ബേസ്ഡ് ആയിരുന്നു. അങ്ങനെ പ്രശ്നം തോന്നിയില്ല. കെമിസ്ട്രി പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും എക്സ്പെക്റ്റഡിനേക്കാളും കുറച്ച് ടഫർ സൈഡായിരുന്നു. കുറച്ച് ആലോചിച്ചൊക്കെ കൺഫ്യൂസിങ് ഒക്കെ ആയിരുന്നു ഓപ്ഷൻസൊക്കെ. സോ മാത്സ് എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ആ റേഞ്ചാണ് വന്നേക്കുന്നത്, വലിയ പ്രശ്നം ഉണ്ടായില്ല, ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എക്സാമിന് ശേഷം പൊതുവേ വന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു എന്നാണ്. എന്നാൽ ഇന്ന് രാവിലത്തെ ഷിഫ്റ്റിൽ നോക്കിയപ്പോൾ കെമിസ്ട്രി ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഷിഫ്റ്റിൽ എങ്ങനെയായിരുന്നു കെമിസ്ട്രിയുടെ ഒരു അവസ്ഥ? കെമിസ്ട്രിയിൽ കുറച്ച് കൺഫ്യൂസിങ് എലമെൻറ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സാധാരണ മെയിൻസിനെ കളിക്കുന്ന കുറച്ച് ലിറ്റിൽ ബിറ്റ് ഹയറായി തോന്നി. അപ്പോൾ മൊത്തത്തിൽ ഈ ടൈം മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? അത് കറക്റ്റായിട്ടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റി. ഓക്കെ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഫിസിക്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ച് നല്ലപോലെ തിങ്ക് ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സ് നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നേരത്തെ അവിടെ ചോദിച്ച പോലെ തന്നെ നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ ബ്രില്യൻ്റ് തന്നെ ഒരുപാട് എഴുതി നമ്മൾ അതുപോലെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടാണ് ഈ ഒരു മെയിൻ എക്സാമിന് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇവിടെ ഗുണം ചെയ്തോ? അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഇന്ന് കണ്ടായിരുന്നു. ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ എക്സാമിൽ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏത് സബ്ജക്റ്റാണ് കുറച്ചൊരു എളുപ്പമായിട്ട് തോന്നുന്നത്? ഫിസിക്സ് തന്നെ. ഫിസിക്സ് നല്ലപോലെ ചെയ്യാൻ പറ്റി. ഓക്കെ, അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് പൊതുവെ ചെയ്ത് പരിചയമുള്ളവർക്ക് പെട്ടെന്ന് ചെയ്തു പോകുന്നേ ഉള്ളൂ. കെമിസ്ട്രി പിന്നെ ഇത്തിരിയും കൂടെ NCERT അറിഞ്ഞ് വായിച്ചാൽ കുറേയൊക്കെ കിട്ടുകയുള്ളൂ. അല്ലാതെ എളുപ്പം അങ്ങനെ ഡയറക്റ്റായിട്ടൊന്നും കിട്ടത്തില്ല കഴിഞ്ഞ വർഷത്തെ പോലെ. മാത്സ് സാധാരണ മെയിൻസിൻ്റെ ലെവൽ തന്നെയാണ്. ഈ NCERT എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് നിങ്ങൾ ഡിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും വന്നോ? ഇല്ല, ഔട്ട് ഓഫ് ദ സിലബസ് ഒന്നും വന്നിട്ടില്ല. സിലബസ് തന്നെ ഉള്ള, പക്ഷേ നമ്മൾ നല്ലോണം ഇരുന്ന് വായിക്കണം. ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ടാണ് ചോദിക്കുന്നത്.
അപ്പോൾ കാണുമ്പോൾ ഔട്ട് ഓഫ് സിലബസ് തോന്നും, പക്ഷെ അതെല്ലാം നമുക്ക് ഭാഗത്തുള്ള നമ്മുടെ കയ്യിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി, മോഡറേറ്റ് ആയിരുന്നു, വളരെ ഈസി അല്ല. ആൾസോ കെമിസ്ട്രി കുറച്ചും കൂടി ഹാർഡ്നെസ് ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് 1 പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് അതിനെക്കാട്ടും കുറച്ചും കൂടി ടഫാണെന്ന് തോന്നുന്നുണ്ട്. ഫിസിക്സ് വാസ് ഈസി. ഫിസിക്സിൽ നമുക്ക് മിക്ക എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഫിസിക്സിൽ ടഫറായിട്ടൊന്നുമില്ല വന്നില്ല. പിന്നെ ഫിസിക്കലിൽ വരുമ്പോൾ കെമിസ്ട്രി കുറച്ചും കൂടി ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടി കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ടൈം അതിന് കൊടുത്തു, വേറെ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ മാത്സിൽ ആസ് യൂഷ്വൽ സാധാരണ മെയിൻസിന് ലെവൽ തന്നെയായിരുന്നു. ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് തന്നെയാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? കറക്റ്റായിട്ട് നമുക്ക് ലൈക്ക് സബ്ജക്റ്റ് വൈസ് എല്ലാം ഡിവൈഡ് ചെയ്തെല്ലാം ചെയ്യാൻ പറ്റുമോ? ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നം ഇതുവരെ പറ്റിയില്ല. കാരണം ഇവിടുന്ന് അത്രയും തന്നെ എക്സാംസ് നമ്മൾ എഴുതുന്നുണ്ട്. ഇപ്പം ഇവിടുത്തെ മോഡൽ എക്സാംസ് ആണെങ്കിലും നമുക്ക് ആപ്പിലും കുറേ എക്സാംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞ ഷിഫ്റ്റ് ഫസ്റ്റ് സെഷൻ 1 ആൾസോ ലാസ്റ്റ് ഇയറിലെ എക്സാംസ്, അതിന് മുന്നത്തെ എക്സാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എഴുതി ഒരു ടൈം മാനേജ്മെൻറ്റ് അത്രയും കീപ്പപ്പ് ചെയ്തിട്ടാണ് ഈ എക്സാംസ് എഴുതുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം അങ്ങനെ വന്നിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ വലിയ വിഷയമൊന്നും നമുക്ക് വന്നിട്ടില്ല. വെരി ഗുഡ്. ഓക്കെ, സെഷൻ 1 എഴുതിയ ആളാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി വിച്ച് വാസ് ബെറ്റർ, സെഷൻ 1 സെഷൻ 2? സെഷൻ 1 ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. കെമിസ്ട്രി കുറച്ചുകൂടെ ലെവൽ കൂടിയ രീതി അനുഭവപ്പെട്ടു. പക്ഷെ എന്നാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും കാൽക്കുലേഷൻ കുറച്ചുകൂടെ അവർ പ്രശ്നമാക്കി വെച്ചു, അതുമാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. പിന്നെ ഫിസിക്സ് സെഷൻ 1 കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നി, കുറച്ചുകൂടെ എളുപ്പമായിട്ട്. മാത്സ് എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസം അനുഭവപ്പെടുന്നില്ല. പൊതുവെ ജെയ്മെൻസിലെ മാത്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ അനുഭവപ്പെട്ടു. ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് തന്നെയാണ് മാത്സിൻ്റെ പരീക്ഷ വന്നിരിക്കുന്നത്. ഓക്കെ, ടൈം മാനേജ്മെൻറ്റ് ഒക്കെ എങ്ങനെയാണ്? കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ? ടൈം മാനേജ്മെൻറ്റ് കെമിസ്ട്രിക്കാണ് കുറച്ചുകൂടെ ടൈം എടുത്തു പോകുന്നത്. ഈ ഒരു പ്രശ്നം അനുഭവപ്പെട്ടുള്ളൂ, വേറെ വലിയ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല. ഓക്കെ, നമ്മുടെ എക്സാം സെൻറ്റർ എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ബിഫോർ എക്സാം ഒരുപാട് ഫ്രിസ്കിങ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സെൻറ്ററാണ് കിട്ടിയത്. പിന്നെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയത്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിരുന്നു ഇച്ചിരി പാടായിട്ട് തോന്നുന്നത്? ഇച്ചിരി പാടായിട്ട് എനിക്ക് പൊതുവെ മാത്സാണ് ടഫ്, അതുകൊണ്ട് അങ്ങനെ പാടായി തോന്നി. പക്ഷേ കെമിസ്ട്രി പ്രതീക്ഷനെക്കാട്ടിലും കുറച്ച് ടഫായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, സോ കമ്പയറിംഗ് ടു സെഷൻ 1 ഇതെങ്ങനെയാണ് മൊത്തത്തിലൊരു ഓവറോൾ പറയുവാണെങ്കിൽ വിച്ച് വാസ് ബെറ്റർ? എനിക്ക് 24S2 എന്ന് കിട്ടിയത് ഫസ്റ്റ് സെഷന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം സെയിമാണ് തോന്നിയത് ഷിഫ്റ്റ്. വലിയ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള പ്രകടമായ വ്യത്യാസം കെമിസ്ട്രിയിൽ ശരിയാണ്, കെമിസ്ട്രി കുറച്ച് ഫിസിക്കൽ കുറച്ചും കൂടി ഇതാക്കിയത്. ഓക്കെ, ബാക്കിയൊക്കെ സെയിമാണ് തോന്നുന്നത്. സെയിം ആയിട്ട് മാത്സ് കുറച്ചുകൂടി അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മോഡറേറ്റ് ആയിട്ടാണ് തോന്നിയത്. ഫിസിക്സ് പറയുകയാണെങ്കിൽ ഫിസിക്സ് കുറച്ചുകൂടി ടഫായ പോലെ ലെങ്തി, കുറച്ചുകൂടി കെമിസ്ട്രിയും കുറച്ചുകൂടി ലെങ്തി. വിചാരിച്ച ടൈമിൽ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ ആദ്യം വിചാരിച്ച ടൈമിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്സിന് കുറച്ച് ടൈം കുറവ് വന്നു. ബട്ട് സ്റ്റിൽ ഇവിടെ നമ്മൾ ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ്, ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ഗുണം ചെയ്തോ നമ്മുടെ എക്സാമിന്? ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാം നമ്മൾ എഴുതി, ടഫ് ഉള്ളതും ഈസി ഉള്ളതും മോഡറേറ്റ് ആയിട്ടുള്ളതും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഏത് എക്സാം വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത ഡേയിൽ അല്ല അടുത്ത സെഷനിൽ എക്സാം വരുന്നവരോട് എന്ത് സജഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ടൈം മാനേജ്മെൻറ്റ് ഇത്രയൊന്ന് കെയർഫുൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മളെ ഇരുത്തിപ്പോവും, അത് ഇരിക്കാണ്ട് മൂവ് ഓൺ ചെയ്യുക. ചിലപ്പോൾ മാത്സിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അവസാനം ഇപ്പോൾ ഈ കെമിസ്ട്രിയിൽ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല, അതൊരു ഇഷ്യൂ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലപ്പം മാത്സ് അവസാനമായിരിക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അത് കാണാൻ പറ്റില്ലായിരിക്കും. അപ്പം മൂവ് ഓൺ ചെയ്യുക അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ. ഓക്കെ, എന്താണ് അടുത്ത എക്സാം എഴുതാൻ പോകുന്നുള്ളത് സജഷൻ പറയാനുള്ളത്? അല്ല, ജനറലി മാത്സ് ടഫാന്നൊരു ടോക്ക് ഉണ്ടല്ലോ, പക്ഷേ അത് നമ്മൾ 2021-22 നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ 24-25 വരുമ്പോൾ നമുക്ക് മാത്സ് ഡൂവബിൾ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. പക്ഷേ ഇപ്പം കെമിസ്ട്രി ഇപ്പോൾ ടഫ്, ഈ സെഷൻ 2 ടഫാക്കി വരുന്നപോലെ തോന്നുന്നുണ്ട്. സോ സബ്ജക്റ്റ് അവൻ പറഞ്ഞ പോലെ പിടിച്ചിരിക്കരുത്, അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാത്സിലോട്ട് നോക്കുക, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഇന്ന് കുറേ ട്രെൻഡ്സ് ചോദിച്ചിട്ടുണ്ട്, ഇനോർഗാനിക് ട്രെൻഡ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. ഇന്നലെ നോക്കിയതിനകത്ത് ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യാൻ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോയിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്നാണല്ലേ പറയുന്നത്? അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇനി വരുന്ന പേപ്പേഴ്സ് പറയുമ്പോഴേക്കും പറയാൻ പറ്റുള്ളൂ. പക്ഷേ മാത്സ് ഡ്യൂബിൾ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ട്, അത് കാണുന്നവർ ചെയ്യും, മാർക്ക് കിട്ടും. പക്ഷേ കെമിസ്ട്രി പഠിച്ചിരിക്കുന്നവർക്ക് കുറച്ച് പ്രശ്നം വരും, അത്രേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ ജെയ് മെയിൻ സെഷൻ 2-ലെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ റെസ്പോൺസസ് നമ്മൾ കേട്ടു. അപ്പോൾ എടാ, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ റിസൾട്ട്സ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.